അമീർ മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള എന്താണ് ആ കരാർ വാഗ്ദാനം ലംഘിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ യസീദിന്റെ ഖിലാഫത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം എല്ലാവരും ഒന്നടങ്കം മുസ്ലിമീങ്ങളായിട്ടുള്ള എല്ലാവരും ഐക്യത്തോടുകൂടി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുന്നവരായിരിക്കും അടുത്ത ഖിലാഫത്ത് ഉണ്ടാവുക എന്ന തീരുമാനം ഹസൻ റളിയല്ലാഹു അൻഹുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാർ ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ അമീർ മുആവിയെ വളരെയധികം ബഹുമാനിക്കുന്ന ആളുകൾ, സുന്നി പുരോഹിതന്മാർ ഉൾപ്പെടെ ഇതിന് ഉത്തരം നൽകണം. അമീർ മുആവിയ ഇമാം ഹസനുമായിട്ടൊരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കരാറിൻ്റെ നിബന്ധനകൾ ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ വിശ്വാസികൾ, മുഅ്മിനീങ്ങളായിട്ടുള്ളവർ അവരുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ പാടുണ്ടോ? ലംഘിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞു, വാഗ്ദാനം ലംഘിച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ അവന് എന്താണോ, അവൻ ആരാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ഹദീസിൽ എന്താണ്? മുനാഫിക്കാണ്, കപട വിശ്വാസിയാണ്, കരാറ് ലംഘിക്കുന്നവൻ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിനെ നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളോടാണ് അദ്ദേഹം വാഗ്ദാനം നൽകിയതെന്നും പിന്നീട് അദ്ദേഹം ആ വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരോടാണ്? ഒന്നാമത് വാഗ്ദാനം ലംഘിച്ചാലുണ്ടാകുന്ന പ്രശ്നം, അതും ആരോടാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടാണ്. സമാധാന ഉടമ്പടിയുടെ നിബന്ധനകൾ അദ്ദേഹം ലംഘിച്ചു, കരാറ് ലംഘിച്ചു. അങ്ങനെ വ്യാപകമായ അസ്വസ്ഥതകളുണ്ടായി. സ്വാഭാവികമായിട്ട് മുസ്ലിം സമൂഹം വല്ലാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തി. ഇതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നീട് യസീദ് പുതിയ ഖലീഫയായിക്കൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ സ്ഥിതി ഇതൊന്നുമല്ല, പ്രത്യേകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇത് പോവുകയാണ്. അമീർ മുആവിയുടെ ഖിലാഫത്തിന് കീഴിലായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും യസീദിനെ പിന്തുണച്ചു. സ്വാഭാവികമാണ്. അമീർ മുആവിയുടെ ആ ഒരു ഖിലാഫത്തിനെ അംഗീകരിച്ചിരുന്നവർ സ്വാഭാവികമായും യസീദിനെ പിന്തുണച്ചു. എന്നിരുന്നാലും ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ യസീദിനെ നിയമിക്കാൻ അമീർ മുആവി എടുത്ത തീരുമാനത്തെ എതിർത്തുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ എന്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ അഭിപ്രായത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അവരെല്ലാം ഈ തീരുമാനത്തിനെതിരായിരുന്നു. അങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് കൂഫയിലെ ജനങ്ങൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകളയക്കാൻ തുടങ്ങി. എന്നിട്ടോ ഇത് പ്രവാചക കുടുംബത്തെ മാത്രമല്ല, ഇവിടെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും പറയാണ് ഇപ്പോൾ നമ്മുടെ ഖലീഫ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരിക്കും. ആ സമയത്ത് ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളോട് ഒരു പ്രത്യേക തീരുമാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെയാണ് വരേണ്ടത്. അവർ തീർച്ചയായും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ഖലീഫയായി തിരഞ്ഞെടുക്കുമായിരുന്നു. ഇതാണ് അവിടെ സംഭവിക്കേണ്ടിയിരുന്നത്. യസീദ് ഭയപ്പെട്ടതും ഇത് തന്നെയാണ്. കാരണം എല്ലാവരും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം തടഞ്ഞില്ലെങ്കിൽ തനിക്ക് ഖിലാഫത്ത് നഷ്ടപ്പെടുമെന്ന് യസീദിന്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു. ഈ ഭയം കൊണ്ടാണ് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ അദ്ദേഹം ആളുകളിൽ കൂടുതൽ ഭയം വളർത്താൻ വേണ്ടി ശ്രമിച്ചു. അവരെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടോ യസീദിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, അദ്ദേഹം സമാധാന ഉടമ്പടി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൂഫയിലെ ജനങ്ങൾ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന് കത്തുകൾ എഴുതുകയും അവർ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. ചിന്തിക്കണം നമ്മൾ. ദയവായി കൂഫയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അവരുടെ അഭ്യർത്ഥനകൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ
അവർ ആ കത്തുകളിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ന്യായവിധി ദിവസം ഞങ്ങൾ അള്ളാഹുവിനോട്, ദൈവത്തോട് പരാതിപ്പെടും എന്നുകൂടി അവർ ആ കത്തുകളിൽ രേഖപ്പെടുത്തി. അവർ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഖലീഫയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഈ രീതിയിൽ അവിടെ വല്ലാണ്ട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആളുകൾ യസീദിനെതിരെ എഴുന്നേറ്റു. പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കുട്ടികൾ പലരും ഇപ്പോൾ മുതിർന്നവരായിരുന്നു. അവർ യസീദിനെതിരെ പ്രവർത്തിച്ചു. ഇതിൽ ഉമർ ബിൻ ഖത്താബിൻ്റെ മകനും ഉൾപ്പെടുന്നു. അദ്ദേഹം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ അധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അബ്ദുല്ല ഇബ്നു ഉമർ. അതേപോലെ തന്നെ അബൂബക്കർ തങ്ങളുടെ മകനും അവരുടെ കൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് നിന്നുകൊണ്ട് യസീദിനെതിരെ ഒരു പ്രചാരണം ആരംഭിച്ചിരുന്നു. കൂഫയിലെ ജനങ്ങൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ ഒരു വേദി ഒരുക്കേണ്ടി വന്നു. കാരണം യസീദ് സ്വച്ഛാധിപത്യവും അനീതിയും വളരാൻ അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മതം പരിഹസിക്കപ്പെട്ടു. ഇസ്ലാം എന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക്, പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ നശിപ്പിച്ചു. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ നാശം അമീർ മുആവിയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അതിനാൽ തന്നെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബത്തെയും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് കൂഫയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി, സ്വയം പുറപ്പെടുന്നതിന് മുമ്പ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഇബ്നു അഖീൽ എന്നവരെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജനങ്ങളുടെ വിശ്വസ്തത പ്രതിജ്ഞകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൂഫയിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ട് വിശദീകരിക്കാൻ. ആരെയാണ് പറഞ്ഞേക്കുന്നത്? ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വന്തം അവിടുത്തെ കുടുംബത്തോടൊപ്പം കൂഫയിലേക്ക് ഒരു യാത്ര പോകുന്നതിന് പകരം കൂഫക്കാരുടെ ഒരു വിശ്വസ്തതയും പ്രതിജ്ഞയും കരസ്ഥമാക്കുന്നതിനും ചോദിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും വേണ്ടി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയുന്നതിന് വേണ്ടി മുസ്ലിം ഇബ്നു അഖീൽ എന്നവരെ എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് കൂഫയിലെ ജനങ്ങളിലേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ എന്നവർ പോയിക്കൊണ്ട് കൂഫയിലേക്ക് പോയി. 40,000 പേർ അവിടെ ഒത്തുകൂടി. മുസ്ലിം ഇബ്നു അഖീൽ എന്നവരുടെ പുറകിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ അദ്ദേഹത്തോട് കൂറ് പ്രതിജ്ഞ എടുത്തു. അവരോട് പ്രതിജ്ഞ ചെയ്യുകയും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തങ്ങളുടെ പ്രതിനിധിയായി സ്വീകരിച്ചു. ഈ 40,000 പേർ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നുണ്ടെന്ന് യസീദ് അറിഞ്ഞപ്പോൾ അവരെ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. യസീദിനെ കുറിച്ച് ആളുകൾക്ക് അതിരുകടന്ന ഭയം വളർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കടന്നുപോയിട്ടുണ്ട്. ഭയം വളരെ വലുതായതിനാൽ കൊണ്ട് വളരെ വലിയ ഒരു ഭയം അവരുടെ ഉള്ളിലേക്ക് വളർന്നു വന്നതുകൊണ്ടും മുസ്ലിം ഇബ്നു അഖീൽ ഒരു കവലയിൽ നിസ്കരിക്കുന്നതായ സന്ദർഭത്തിൽ 40,000 പേര് എന്ത് ചെയ്തു? ആരാധനയിൽ മുഴുകിയിരുന്നു. മുസ്ലിം ഇബ്നു അഖീൽ എന്നവരുടെ പുറകിലായിക്കൊണ്ട് ആരാധനയിൽ ഏർപ്പെട്ടിരുന്ന 40,000 പേര് എന്ത് ചെയ്തു? അദ്ദേഹം ആ നിസ്കാരം പ്രാർത്ഥന പൂർത്തിയാക്കിയ സമയത്ത് ഒരാൾ പോലും അവശേഷിച്ചില്ല. എല്ലാവരും പേടിച്ചുകൊണ്ട് ഈ മുആവിയുടെ യസീദിൻ്റെ ആ ഒരു പ്രേരണ അല്ലെങ്കിൽ ഭയം കാരണം അവർ ഭയപ്പെടുത്തി എല്ലാവരും കൊന്നു കളയണം. ഈ ഒരു ഭയം കാരണം എല്ലാവരും പ്രാർത്ഥന പൂർത്തിയായപ്പോഴേക്ക് എന്തു ചെയ്തു? തിരിച്ചുപോയി. അവരെല്ലാം ഓടിപ്പോയി. ഈ സംഭവത്തിന് മുമ്പ് തന്നെ മുസ്ലിം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിൽ ധാരാളം യഥാർത്ഥ പിന്തുണക്കാർ ഉണ്ട് എന്ന വാസ്തവം സത്യം അറിയിച്ചുകൊണ്ട് ഒരു സന്ദേശം അയച്ചിരുന്നു. ഇവരൊക്കെ ഓടിപ്പോണതിന്റെ മുമ്പ് തന്നെ ഈ ഒരു സന്ദേശം അയച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ദീർഘയാത്ര പോകണമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വാഹനം എന്താണ്? ഒട്ടകമാണ്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കത്ത്
കൊടുത്തയക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് കുതിര, കഴുത പോലത്തെ സാധനങ്ങളെയാണ്. അപ്പോൾ അങ്ങനെ എന്തു ചെയ്തു? ആ കാലഘട്ടത്തിൽ ഒട്ടകത്തെ തെരഞ്ഞെടുക്കുന്നത് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദീർഘയാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുതിരയിലൂടെയോ അല്ലെങ്കിൽ ദൂതനിലൂടെയോ എന്തു ചെയ്യും? കത്ത്, സന്ദേശങ്ങളൊക്കെ അയക്കുമായിരുന്നു. അത് ഒട്ടകത്തേക്കാൾ വലിയ വേഗത്തിലായിരിക്കും. അങ്ങനെ യസീദിന് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബത്തോടൊപ്പം കൂഫയിലേക്ക് പോകുന്നതിനായി അറിയിപ്പ് ലഭിച്ചു. ഇപ്പോൾ ഈ കത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 40,000 ആൾക്കാർ തിരിച്ചു പോണതിൻ്റെ മുമ്പ്, ഈ പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് അവിടെ എത്തുകയും ഈ ഒരു സംഭവം അറിയിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബത്തോടൊപ്പം കൂഫയിലേക്ക് പോകുന്നുള്ള അറിയിപ്പ് ലഭിച്ചത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് എത്തുകയാണ്, കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ്. യസീദിന്റെ സൈന്യം അവിടെ വെച്ച് തടഞ്ഞു. യസീദിന്റെ സൈന്യത്തിൽ 4,000-5,000 പുരുഷന്മാരുണ്ടായിരുന്നു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ സമയത്ത് പുറപ്പെട്ടിട്ടുള്ളത്, യാത്ര വന്നിട്ടുള്ളത്, ആ സംഘത്തിലുള്ളത് 72 പേര് മാത്രമാണ്. അവരിൽ 72 പേരുണ്ടായിരുന്നു. യസീദിന്റെ സൈന്യത്തിന്റെ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? ഹുർർ ബിൻ റിയാഹി എന്ന ആളായിരുന്നു. യസീദിന്റെ സൈന്യവും പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ പിന്തുണക്കാരും മുഖാമുഖം വന്നപ്പോൾ ഹുർർ ബിൻ റിയാഹി എന്നവർ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചുംബിച്ചുകൊണ്ട് പറയാണ്. എന്താണ് പറയുന്നത്? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ചർച്ചകളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല. എന്താണ്? ഹുർർ ബിൻ റിയാഹി എന്നവർ അവിടെ നിന്ന് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചുംബിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രവാചകർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുമകനാണ്. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തു ചെയ്തു? ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊണ്ട് പറയാണ്, ഞാൻ ഒരു ഒഴിവ് കഴിവ് ഉണ്ടാക്കാം, ഒരു ഒഴിവ് കഴിവ് പറയാം. എന്താണ്? രാത്രിയിൽ നിങ്ങളുടെ സംഘത്തെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ യാത്ര പോവുക, മദീനയിലേക്ക് മടങ്ങുക. അദ്ദേഹം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തു വില കൊടുത്തും നിങ്ങളെ തടയാൻ ഞങ്ങളോട് കൽപ്പനയുണ്ട്, യസീദിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ഞങ്ങളോട് കൽപ്പനയുണ്ട്. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ആരാ പറയുന്നേ? ഹുർർ ബിൻ റിയാഹ് എന്നവർ പറയാണ്, നിങ്ങളെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം. രാത്രിയിൽ അവർ മദീനയിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവർ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. രാവിലെ അവർ ഇപ്പോഴും അവിടെയുണ്ടെന്ന് അവർ കാണുകയും ചെയ്തു. അവർ വൃത്താകൃതിയിൽ നടന്നുകൊണ്ടൊരു വട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയുള്ള 72 പേരടങ്ങുന്ന ആ സംഘത്തോട് ഹുർർ ബിൻ റിയാഹ് എന്നവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കാരണമായിക്കൊണ്ട് ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, നമുക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലതെന്ന് തീരുമാനിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നവരും എന്തു ചെയ്തു? രാത്രി തന്നെ യാത്ര പുറപ്പെട്ടു. പക്ഷേ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ഒരു വട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് ആ വട്ടത്തിൽ നിന്ന്, വൃത്താകൃതിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല. ഹുർർ ബിൻ റിയാഹ് എന്നവർ ഉണർന്നപ്പോൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ തന്നെയുണ്ട് എന്ന വാസ്തവം അവർ മനസ്സിലാക്കി. അദ്ദേഹം ഒന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത്? ഹുസൈൻ എന്നവരെ, ഹബീബായ തങ്ങളുടെ പേരക്കിടാവേ, എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത്? ഞാൻ നിങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ടു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പോയി, പക്ഷെ രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ഒരു വൃത്താകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഹുർർ ബിൻ റിയാഹ് എന്നവർ പറയാണ്, ശരി, ദയവായി നാളെ പോകൂ, അടുത്ത ദിവസത്തിലെ രാത്രിയായാൽ നിങ്ങൾ പുറപ്പെടണം, രാവിലെ ആകുമ്പോഴേക്ക് നിങ്ങൾ യാത്ര പുറപ്പെടണം. അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംഘവും യുദ്ധത്തിൽ തന്നെ ചുറ്റി നടക്കും. അതേ കാര്യം സംഭവിച്ചു. പിന്നെയും എന്തു ചെയ്തു?
ദയവായി നാളെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതി ആവർത്തിച്ചു. ആ അടുത്ത ദിവസം രാത്രിയായി അവർ യാത്ര പുറപ്പെട്ടു. രാവിലെ ആയപ്പോൾ അവർ യാത്ര പുറപ്പെട്ട അവർ പിന്നെയും ആ വൃത്താകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തേക്ക് ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ സംഘവും യുദ്ധക്കളത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കും. രാവിലെ ഹുർ ബിൻ റിയാഹ് എന്നവരോട് പറയും, നിങ്ങൾ ഇതുവരെ പോയില്ലേ? എന്തുകൊണ്ടാണ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് അറിയാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഹുർ ബിൻ റിയാഹ് എന്നവര് പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന വാസ്തവം ഹുർ ബിൻ റിയാഹ് എന്നവര് മനസ്സിലാക്കി. ഹുർ ബിൻ റിയാഹ് എന്നവര് ഈ വാസ്തവം മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം അവരിലേക്ക് വന്നു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണച്ചുകൊണ്ട് ഈ പോകാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ പിന്തുണച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഹുർ ബിൻ റിയാഹ് എന്നവരെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സംഘത്തിൽ ചേരുകയാണ്. അവിശ്വാസികർക്കും ബഹുദൈവാരാധകർക്കുമെതിരെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ സാധാരണയായി ചെയ്യുന്നത് പോലെ തന്നെ യസീദിൻ്റെ സൈന്യം കർബലയിൽ എല്ലാം ചെയ്തു. വാസ്തവത്തിൽ അവർ അതിലും മോശമായിട്ട് തന്നെയാണ് കർബലയിൽ ഇപ്പറയുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അവിടുത്തെ സംഘത്തോടും ചെയ്തിട്ടുള്ളത്. 82 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് 72 പേരുണ്ടായിരുന്നു. കുറച്ചും കൂടി ആളുകൾ ഈ ഒരു സാഹചര്യങ്ങൾ, ഈ സിറ്റുവേഷനുകളിലൂടെ കടന്നുപോയപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പക്ഷത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 138ഓളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്നു. ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ രക്തസാക്ഷിയാക്കിയ ശേഷം അവർ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരുടെ ക്യാമ്പുകളിലേക്ക് തീയിട്ടു. എത്ര ക്രൂരമായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹുവിനെയും അവിടുത്തെ സംഘത്തോടും യസീദ് എന്നവര് ക്രൂരമായിക്കൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ തലപ്പത്ത്, ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്താണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരുടെ പിൻഗാമിയാണ്? ആരുടെ കുടുംബമാണ്? ആരുടെ പേരക്കിടാവാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാണ്, അവിടുത്തെ പേരക്കിടാവാണ്. ആ പേരക്കിടാവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വധിക്കുകയും അവിടുത്തെ അവരുടെ ടെൻറ്റുകളിലേക്ക്, അവരുടെ ക്യാമ്പുകളിലേക്ക് തീയിട്ടുകൊണ്ട് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അവിടുത്തെ അനുയായികളോടും ക്രൂരമായി മൃഗീയമായ പ്രതികരണങ്ങൾ അവർ കാഴ്ചവെക്കുകയാണ്. യസീദിൻ്റെ സൈന്യം അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ ആ കുടുംബത്തിലെ വനിതകളോട് വല്ലാതെ മോശമായിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. ആ സ്ത്രീകളെ, നമ്മുടെ ഉമ്മമാരായിട്ടുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ യസീദിൻ്റെ സൈന്യം വന്നുകൊണ്ട് അവർ ധരിച്ചിരുന്ന മൂടുപടങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് ഇമാം ഹുസൈൻ്റെ സഹോദരി സൈനബിൻ്റെ മൂടുപടം അവർ തട്ടിയെടുത്തു. അതേപോലെ തന്നെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് അവർ പെരുമാറിയിട്ടുള്ള രീതി വെറുപ്പുളവാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങളിലൂടെയായിരുന്നു. അവർ അവരോട് വളരെ മോശമായിട്ട് പെരുമാറി. കർബല സംഭവം സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ ഒരു വിഷയങ്ങൾ സത്യത്തിൽ കർബല യുദ്ധത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആരും തന്നെ പഠിപ്പിക്കുന്നില്ല. കർബലയിൽ സംഭവിച്ച സംഭവം എന്താണ്? ഈ രീതിയിലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഖിലാഫത്ത് അവസാനിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിൽ കുഴപ്പങ്ങൾ അധികമാവുകയാണ്, വളർന്നു പന്തലിക്കുകയാണ്. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് ഉപേക്ഷിച്ചതിന് ശേഷം ഒരു ശരിയായ ഖലീഫയും അധികാരത്തിൽ വന്നിട്ടില്ല. ഇത് ഇസ്ലാമിൻ്റെ നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇസ്ലാമിന് ദുഷ്ടശക്തികളിൽ നിന്ന്
കരകയറാൻ ഒരു അവസരവും ലഭിച്ചിട്ടില്ല. യസീദും പിന്നീട് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഖലീഫയായി മാറിയവർ രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയിലും ഉൾപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിന് നേതൃത്വം വഹിച്ചവരായിട്ട് മാറി. ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ പറയുന്ന രക്തച്ചൊരിച്ചിലും ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്തച്ചൊരിച്ചിൽ അന്ന് തുടങ്ങിയ രക്തച്ചൊരിച്ചിലാണ്. ആ രക്തച്ചൊരിച്ചിലും ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഹറവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തുടക്കത്തൊട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് മുഹറം മാസം ഓരോ മുഹറം നമ്മളിൽ കടന്നു പോകുമ്പോൾ ഈ കർബലയുടെ കരയിപ്പിക്കുന്ന രണകളങ്ങൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ഓർമ്മകളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇമാം അലി റളിയല്ലാഹു അൻഹു, മൗല അലി റളിയല്ലാഹു അൻഹു, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൗല അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റഹ്മഹുമാ എന്നവരെ അവിടുത്തെ കുടുംബം, അവിടുത്തെ ചരിത്രങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഏത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ എന്ന ഖുർആനിന്റെ അധ്യാപനം പഠിച്ചുകൊണ്ടായിരിക്കണം. ആ അധ്യാപനം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്തവരെ പിൻപറ്റി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫിത്നകൾ നാം നമ്മുടെ ആലങ്കാരികമായിട്ട് നമ്മുടെ സുന്നത്തുകളായിട്ടൊക്കെ മുറുകെ പിടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും പ്രണയിക്കുക എന്നത് നമ്മുടെ ഈമാനാണ്. അതാണ് നമ്മുടെ ഈമാൻ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈമാൻ. അതിന് എതിരായിക്കൊണ്ടുള്ള പ്രവണതകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അറിയുക പോലും ചെയ്യുകയില്ല എന്ന വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അത് അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു കളങ്കവും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും പ്രണയിക്കണമെങ്കിൽ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള, നമ്മുടെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ കരസ്ഥമാക്കി തരാൻ പറ്റുന്ന യഥാർത്ഥ വലിയ മുർശിദിനെ കണ്ടെത്തിയിട്ട് അവരെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് മലയാളികൾക്ക് വേണ്ടി അൾറ മിഷൻ യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഒക്കെ അറിയാവുന്നവർക്ക് അൾറ TV, സെയ്ദ് യൂനുസ് അൽ ഗോഹർ എന്നിവരുടെ അൾറ TV യൂട്യൂബ് ചാനൽ തന്നെ നമുക്ക് 14 വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും നമുക്ക് കാണാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.